ഹായ്. ഇന്നെനിക്ക് മനസ്സിലൊരുപാട് കാര്യങ്ങൾ കയറി വന്നു. അത് നിന്നോട് പങ്കുവെക്കാൻ, നിന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ തമ്മിൽ പലതും ക്ലിയറായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സമയങ്ങൾ, നല്ല സമയങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടും ഓർത്തു പോവാണിപ്പോൾ. ഇപ്പോൾ പ്രശ്നങ്ങൾ വന്ന് നമ്മൾ തമ്മിൽ അകൽന്ന് നിൽക്കുമ്പോഴും എനിക്കെവിടെയോ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മൾ തമ്മിലെല്ലാം കാര്യങ്ങൾ ശരിയാവും മുന്നോട്ട് എന്നൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. നിനക്കെന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. നീ നോക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ മാത്രമായിരിക്കാം കാണുന്നത്. പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ തമ്മിൽ നല്ല സമയങ്ങളും ഉണ്ടായിട്ടില്ലേ? നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടില്ലേ? നമ്മൾ പങ്കുവെച്ച സ്നേഹം, സന്തോഷമായ നിമിഷങ്ങൾ അതും ഉണ്ടായിട്ടില്ലേ? ഇപ്പം നമ്മൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്കത് വല്ലാതെ എൻ്റെ ഹെൽത്തിനെ വരെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് സുഖമില്ല. ചില അസുഖങ്ങളുണ്ട്, എനിക്ക് കുറച്ച് വയ്യായുണ്ട്, ഹെൽത്ത് ശരിയല്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ടും ഞാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ അകന്നു നിൽക്കുന്നതിന് ഇതും ഒരു കാരണമാണ്. ഞാൻ മാറി നിൽക്കുന്നത് മാത്രമല്ല, നമ്മൾ തമ്മിലൊരു കുറച്ച് ഗ്യാപ്പ് നല്ലതാണ് എന്ന് ഞാൻ കരുതിയിരുന്നു. അതുണ്ട്. പക്ഷെ ആരോഗ്യപരമായിട്ടും ഞാൻ അത്ര നല്ലൊരു സുഖത്തിലല്ല ഇപ്പം നിൽക്കുന്നത്. എനിക്കറിയാം നീ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന്. ഞാനും നിന്നെ കാത്തിരിക്കുന്നുണ്ട്, കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം അതിൻ്റെ വിഷമങ്ങൾ. നിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവും എന്ന് എനിക്കറിയാം. നീ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഒരുപാട്. ഞാൻ അങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ കാണണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്നേഹം വരുന്നുണ്ട്. ആ സ്നേഹത്തോടെ അല്ലാതെ എനിക്ക് നിന്നെ ഓർക്കാൻ സാധിക്കില്ല. എൻ്റെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണ്. ചില സമയത്ത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ അടുത്തേക്ക് വരണം എന്ന് തോന്നും. പക്ഷെ മനസ്സ് പിന്നെയും കൺഫ്യൂസ്ഡ് ആവും. ഞാൻ വരണോ വേണ്ടേ എന്ന ചിന്തയിലേക്ക് ഞാൻ വീണ്ടും പോവും. ഒരു ഭാഗത്ത് നമ്മൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചിന്ത, വീണ്ടും നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു പേടി, നീ മനസ്സിലാക്കുമോ, നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ചിന്ത. അതാണ് എന്നെ ഇത്ര കൺഫ്യൂസ് ആക്കുന്നത്. നീ ഒരുപാട് പ്രതീക്ഷ എൻ്റെ മേലെ വെക്കുന്നുണ്ട്, എനിക്കത് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കറിയുന്നില്ല ഞാൻ ചില കാര്യങ്ങൾ എന്ത് തീരുമാനം എടുക്കണം എന്നെനിക്ക് അറിയുന്നില്ല. ഞാൻ ഏത് വഴി സഞ്ചരിക്കണം, എന്താണ് ഞാൻ മുന്നോട്ട് ചെയ്യേണ്ടത്, എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് പേര് നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ ബന്ധത്തിനെ തടയാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ബന്ധുക്കൾ, ഫ്രണ്ട്സ്, ജോലി സ്ഥലത്തുള്ളവർ, അല്ലെങ്കിൽ പുറമേ ഉള്ളവർ, ആരോ ആവാം. നമ്മളുടെ ബന്ധം ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികൾ നമ്മളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തടസ്സങ്ങളുണ്ട്, നമ്മളുടെ മുമ്പിൽ തടസ്സങ്ങളാണ് ഏറ്റവും അധികം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് തടസ്സങ്ങളാണ്. ഓരോ സിറ്റുവേഷൻ, സാഹചര്യം വെച്ചെല്ലാം നോക്കുമ്പോഴും എനിക്കിതെങ്ങനെ മറികടക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല.
എന്തെങ്കിലും ഒന്ന് നമ്മൾ തമ്മിലൊന്ന് സോൾവ് ആക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളാണ് കാണുന്നത്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ആ തടസ്സങ്ങളാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അത് മറികടക്കാൻ സാധിക്കില്ല എന്ന് വരെ എനിക്ക് തോന്നിപ്പോവും. പലരും നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടിട്ട് എനിക്ക് തന്നെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് എനിക്കറിയുന്നില്ല. ചില കാര്യങ്ങൾ ഞാനും കേൾക്കുന്നുണ്ട്, ചില ഗോസിപ്പ്. എന്നെക്കുറിച്ചും എന്നോട് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടാവാം. അത് എൻ്റെ മനസ്സിലും എന്നെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നുണ്ടാവാം. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ആരോടും ഒന്നും പറയാതെ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ നമ്മുടെ ബന്ധത്തിനെ കുറിച്ച് ആരോടും ഒന്നും പറയാതിരിക്കാൻ, അതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പരസ്പരം മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. എനിക്കത് നന്നായിട്ട് അറിയാം. നീ എനിക്കുള്ളതും ഞാൻ നിനക്കുള്ളതുമാണ് എന്നെവിടെയോ എനിക്കറിയാം. നമ്മൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട്, നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ കാത്തിരിക്കുന്നത് പോലെ ഞാനും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. എനിക്കുള്ളത് നീയാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എത്രയും വേഗം നിന്നെ കാണാൻ വരുന്നുണ്ട്. ആദ്യം ഹെൽത്ത് ഒന്ന് ശരിയാക്കട്ടെ. അതിനുശേഷം ഞാൻ വരും. ഞാൻ നിന്നെ കാണാൻ വരും. എൻ്റെ മനസ്സാൽ ഞാൻ ഒന്ന് തയ്യാറാവട്ടെ. എനിക്ക് അതിനുള്ള സമയം തരണം. അത് ശരിയാക്കിയിട്ട് ഞാൻ വരും. നിനക്കൊരു ന്യൂസ് തരാൻ ഞാൻ വരും. ഒരു നല്ലൊരു ന്യൂസ് തരാൻ ഞാൻ വരും. എൻ്റെ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയാൻ ഞാൻ വരും. നമ്മൾ തമ്മിൽ മുന്നോട്ട് നല്ല ബന്ധമാക്കാൻ അതിന് വേണ്ടത് എന്താണ് എന്നുള്ള കാര്യം പറയാൻ ഞാൻ വരും. നമുക്ക് വേഗം മീറ്റ് ചെയ്യണം, എത്രയും വേഗം. എനിക്ക് തന്നെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വരും. പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ ഇടപെടലും മറ്റുള്ളവർ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളും എല്ലാം മറികടന്ന് എനിക്ക് നീയാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്കത് എങ്ങനെയെങ്കിലും ശരിയാക്കണം, കാര്യങ്ങൾ ബെറ്റർ ആക്കണം. നമുക്കതിന് സാധിക്കും. ഞാൻ കാണാൻ വരുന്നുണ്ട്. നമുക്ക് എത്രയും വേഗം മീറ്റ് ചെയ്യാം.